മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് നീതു, ഇത് ഹസ്ബൻഡ് അനീഷ്, ഞങ്ങളുടെ കുഞ്ഞു മീറ മരിയ. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് 2018 10 വർഷമായി ഞാൻ UK-യിലാണ്. 2014 UK-യിലെത്തുന്നത്. പക്ഷേ ആദ്യത്തെ 4 വർഷം ഞാനൊരു രജിസ്റ്റേർഡ് നേഴ്സായിട്ടല്ലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇംഗ്ലീഷ് എക്സാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു. എപ്പോഴും ഒരു മൊഡ്യൂൾ എനിക്ക് കിട്ടില്ല. അങ്ങനെ എല്ലാ മാസം തന്നെ IELTS പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 2018 ഞാൻ അവിടെ OET UK അക്സെപ്റ്റ് ചെയ്ത സമയമായിരുന്നു. ആ ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. എനിക്ക് ആകെ ഒരു ഉടമ്പടി പ്രാർത്ഥന മാത്രമാണ് ഫോർവേഡ് ചെയ്ത് കിട്ടിയത്. രാവിലെയും വൈകുന്നേരം ചെല്ലാനുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് കിട്ടിയത്. അല്ലാതെ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് OET എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് ഒരു 2 വീക്സ് മുമ്പാണ്, എക്സാമിന് 2 വീക്സ് മുമ്പാണ് ഈ പ്രാർത്ഥന കിട്ടുന്നത്. അപ്പോൾ ആ പ്രാർത്ഥന ഞാൻ വിശ്വാസത്തോടുകൂടി രാവിലെ 5:30 എഴുന്നേറ്റ് ചൊല്ലും. അതുപോലെ തന്നെ ഈവനിങ് പ്രെയർ കഴിയുമ്പോഴും ഞാൻ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ OET എക്സാം എഴുതി. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫുൾ B സ്കോർ കിട്ടി. മാതാവിന് തിരുക്കുമാരനും 1000 നന്ദി. ഇപ്പോൾ ഞാൻ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു PR-ഓടുകൂടി. ആദ്യമേ തന്നെ ഇതിനൊരു ക്ഷമാപണം പറയുകയാണ്, ഞാനിവിടെ എത്തിച്ചേരാൻ വൈകിയതിലും ഈ സാക്ഷ്യം പറയാൻ വൈകിയതിലും. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ തവണയും അവധിക്ക് വരുമ്പോഴും ഞങ്ങൾ ഇവിടെയുള്ള ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണുമായിരുന്നു. 2 തവണ ലാപ്രോസ്കോപ്പി ചെയ്തു. അപ്പോഴൊക്കെ അവർ പറയും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ UK-യിലും ഞങ്ങൾ ഒത്തിരി കൺസൾട്ട് ചെയ്തു. അവർ ഒത്തിരി മെഡിക്കേഷൻസ് തന്നു. ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനിടയിൽ 3 പ്രാവശ്യം ഞാൻ പ്രഗ്നൻ്റ് ആയി. പക്ഷേ 3 പ്രാവശ്യവും 1.5 മാസം ആകുമ്പോൾ അത് മിസ്കാരേജ് ആവും, ബ്ലീഡിങ് ആവും. അപ്പോൾ ഏറ്റവും ആദ്യം പ്രഗ്നൻ്റ് ആയപ്പോൾ ഞങ്ങൾ കോവിഡ് ടൈമിൽ ഇവിടെ നാട്ടിൽ വെക്കേഷൻ വന്ന ടൈമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മേ ബി ട്രാവൽ ചെയ്തതുകൊണ്ടായിരിക്കും, നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ബാക്കി പിന്നീട് വന്ന 2 ടൈമിലും നമ്മൾ ഫുൾ ബെഡ് റെസ്റ്റ് എടുത്തു. എല്ലാം അനങ്ങ് പോലും ചെയ്യാതിരുന്നു. പക്ഷേ അതും കറക്റ്റ് 1.5 മാസം ആയപ്പോൾ മിസ്കാരേജായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ 2023 ഏപ്രിൽ മാസം 1-ാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. ഈ 2018 ശേഷം എൻ്റെ IELTS OET ക്ലിയർ ആയതിനു ശേഷം ഞാൻ സ്ഥിരമായി യൂട്യൂബ് ധ്യാനങ്ങൾ കൂടുകയും കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോഴെല്ലാം ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളെക്കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാശ് രൂപം കിട്ടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു അറിവനുസരിച്ച് നമ്മൾ ശരിയാണോ എന്ന് അറിയത്തില്ലായിരുന്നു. അന്ന് നമ്മൾ ഉടമ്പടി എടുത്താൽ മാത്രമാണ് നമുക്ക് കാശ് രൂപം കിട്ടുകയുള്ളൂ എന്നായിരുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ ഇവിടെ വരാൻ സാധിച്ചതുമില്ല. അങ്ങനെ ഞാൻ 2023 ഏപ്രിൽ ഉടമ്പടി എടുത്തു. ഏപ്രിൽ 1 ഉടമ്പടി എടുത്തു. അതിനുശേഷം ഒരു 3 വീക്സിന് ശേഷം എൻ്റെ മദറിലോ ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് മമ്മിയുടെ സിസ്റ്റർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം സിസ്റ്റർ ഇവിടുത്തെ കാശ് രൂപവും മറ്റ് നേർച്ച വസ്തുക്കളും പത്രവും തേനും എല്ലാം മമ്മിയുടെ കയ്യിൽ കൊടുത്തു വിട്ടു. മമ്മി പറഞ്ഞു കാശ് രൂപം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മമ്മി കൊണ്ടുവന്ന വേറെ ഒന്നും എനിക്ക് വേണ്ടായിരുന്നു. ഞാൻ മമ്മിയോട് പറഞ്ഞു എനിക്ക് ആ കാശ് രൂപം മാത്രം മതി എന്ന് പറഞ്ഞ് ഫസ്റ്റ് തന്നെ മമ്മി എനിക്ക് ആ കാശ് രൂപം തന്നു. കിട്ടിയ പാടെ ഞാനത് എൻ്റെ കൊന്തയിലിട്ടു. അപ്പം മുതൽ എനിക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയായിരുന്നു. കാരണം ഓൾറെഡി ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. അതിനുശേഷം എനിക്ക് കാശ് രൂപം കിട്ടുമ്പോൾ ഇത്തവണ എന്തായാലും മാതാവ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ തരുമെന്നൊരു പ്രതീക്ഷയായിരുന്നു. അങ്ങനെ ജൂൺ ഒരു 2nd വീക്ക് ആയപ്പോഴേക്കും എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവ് റിസൾട്ട് കിട്ടി. പക്ഷേ എങ്കിലും ടെൻഷനായിരുന്നു. കാരണം ഇതിനു മുമ്പുള്ള 3 പ്രാവശ്യവും 1.5 മാസം ആയപ്പോൾ മിസ്കാരേജായി. അപ്പോൾ ഇത്തവണ ആ 1.5 മാസം ഒന്ന് കടന്നു പോകുന്നവരെ ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ കറക്റ്റ് ഞാൻ എപ്പോഴും ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടായിരുന്നു. കറക്റ്റ് 1.5 മാസം ആകുന്ന ദിവസം ഞാൻ നൈറ്റ് ഷിഫ്റ്റിലിരിക്കുമ്പോൾ അന്ന് രാവിലെ എനിക്ക് ഈ പ്രഗ്നൻസിക്കും എനിക്ക് ബ്ലീഡിങ് വന്നു. അങ്ങനെ എനിക്ക് ആ ഡ്യൂട്ടി ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ടെൻഷനായിട്ട് ഞാൻ പെട്ടെന്ന് ചോദിച്ച് വേഗം വീട്ടിലോട്ട് വന്നു. വേഗം വന്ന് മാതാവിൻ്റെ പത്രം എല്ലാം എടുത്ത് പ്രാർത്ഥിച്ചു, തേൻ കഴിച്ചു, തിരി എത്തിച്ച് വേഗം പ്രാർത്ഥനയെല്ലാം ചൊല്ലി ഞാൻ അവിടെ കിടന്നു. ഭക്ഷണം ഒന്നും എനിക്ക് ഒന്നിനും വയ്യ. എനിക്ക് ആകെ ഞാൻ ഡിപ്രസ്ഡ് ആയിപ്പോയി.
അങ്ങനെ ഞാൻ അവിടെ കിടന്നു. പക്ഷേ ഒരത്ഭുതം എന്ന് പറഞ്ഞിട്ട് വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് ആ ബ്ലീഡിങ് അവിടെ നിന്നു. അങ്ങനെ പലതവണ പിന്നെ ഒരു 5 മാസം ആകുന്നത് വരെ പലതവണ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി. എപ്പോഴും ഞാൻ ബ്ലീഡിങ് വരുമ്പോഴേക്കും വേഗം പത്രം എടുത്ത് പ്രാർത്ഥിക്കും, അതുപോലെ തേൻ കഴിക്കും, മാതാവിനോട് പ്രാർത്ഥിക്കും, ഉടമ്പടി പ്രാർത്ഥന ചെല്ലും. അങ്ങനെ അത് സ്റ്റോപ്പായി. അങ്ങനെ 2024 ഫെബ്രുവരി 12 മാതാവ് ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. കുട്ടിയുടെ പേര് മിറ മരിയ എന്നാണ്. മാതാവിൻ്റെ പ്രിൻസസ്, രാജകുമാരി എന്നൊരു മീനിങ്ങിലുള്ള മിറ മരിയ എന്നുള്ള പേരാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഓൺലൈൻ ഉടമ്പയിലായിരിക്കുമ്പോൾ ഞാനെപ്പോഴും ഈ ധ്യാനം കേൾക്കുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. പിന്നെ ഫസ്റ്റ് 3 months എനിക്ക് ഒട്ടും ബൈബിൾ വായിക്കാനോ, ഞാൻ ഒത്തിരി സിക്കായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ബൈബിൾ നോക്കി വായിക്കാനോ ½ an hour വായിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ ഈ ബൈബിളിൻ്റെ ഓഡിയോ ഇട്ട് ഞാൻ 2-3 hours കേൾക്കുമായിരുന്നു. അതുപോലെ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കാണാൻ പറ്റിയില്ലെങ്കിലും ഓൺലൈനായിട്ട് എല്ലാ ദിവസവും രാവിലെ കുർബാന കാണും, ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കും. ഈ ഒരു സമയത്ത് ദൈവത്തോട് കൂടുതൽ അടുക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ദൈവവും മാതാവും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ സമയത്ത് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഒരു കുഞ്ഞിനെ ലഭിച്ച സാക്ഷ്യമാണ്. അപ്പം ഉടമ്പടി ആദ്യമായിട്ട് ഓൺലൈനിലാണ് ഉടമ്പടി എടുക്കുന്നതിന് ശേഷം അമ്മയുടെ ഒന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലെ കാശുരൂപം, സാധാരണ ഉടമ്പടിയിലെ കാശുരൂപം അങ്ങനെ ആർക്കും കൊടുത്തു വിടരുത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ട്. കാരണം അതൊരു ചില സാഹചര്യങ്ങളിൽ കൊടുത്തു വിട്ടാൽ തന്നെയും അത് തിരികെ നിങ്ങളുടെ കരങ്ങളിൽ തന്നെ അതുണ്ടാവണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അത് ഒരു വ്യക്തിയും ഇപ്പം നമ്മളിപ്പം ഒരു പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഈ വിവാഹമെന്ന കൂദാശയിൽ ഒരു പക്ഷേ ഈ താലിയൊക്കെ ഉപയോഗിക്കുമ്പം അത്രയും പ്രാധാന്യത്തോടെ, ചിലപ്പോൾ അതിന് മുകളിൽ പ്രാധാന്യത്തോടു കൂടി കരുതണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഉടമ്പടി കാശുരൂപമാണെങ്കിൽ അങ്ങനെ കൊടുത്തു വിടരുത്. അതിന് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമുക്കിവിടെ വാങ്ങിക്കാൻ, കാരണം നിങ്ങളിപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും കാര്യങ്ങളെല്ലാം കൈ കിട്ടി കഴിയുമ്പോൾ പിന്നീട് അവർ ഉടമ്പടിയിലേക്ക് കടന്നു വരത്തില്ല. അപ്പം ഒരാൾ ദൈവത്തെങ്കിൽ കടന്നു വരാനുള്ളൊരവസരം ഒരു പക്ഷേ നമ്മൾ നഷ്ടപ്പെടുത്താൻ ഇടവരുത്തരുതെന്നുള്ളതും, അത് പിന്നെ വ്യക്തിപരമായിട്ട് അതിനിട്ടുന്ന അനുഭവങ്ങൾ വേറെയാണ്. കാരണം ഒരു വ്യക്തി പ്രാർത്ഥിച്ച് വിശ്വസിച്ച് നിൽക്കുമ്പോഴാണല്ലോ ഇതിനൊക്കെ ഒരു ശക്തിയും കൃപയും ഉണ്ടാകുന്നത്. രണ്ടാമത്തത് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിലും പറയുന്നുണ്ട്, 3-4 പ്രാവശ്യം മിസ്കാരേജായി പോയതിന് ശേഷം ഉടമ്പടിയിലേക്ക് വന്നു, പ്രാർത്ഥിച്ചു. ഇപ്പോൾ മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം വ്യക്തമായിട്ട് അനുഭവിച്ചു എന്നുള്ളതും മാതാവിൻ്റെ ഒരു വലിയൊരു സമ്മാനമായിട്ടാണ്. വ്യക്തമായിട്ട് പാലിക്കാൻ പറ്റാത്ത ചില സമയങ്ങളിലും അതിൻ്റെ ശ്രമം നിർത്തണില്ല. ഇപ്പോൾ നമുക്ക് വായിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലും കുർബാനയ്ക്ക് ഇനി നമുക്ക് ഫിസിക്കലായിട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിലും നമുക്ക് ആ ഒരു ആഗ്രഹത്തിലുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഓൺലൈനിലും അപ്പം നമ്മൾ അത്രത്തോളം ഒരു പരിശ്രമം ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ട്. ആ പരിശ്രമത്തിനോടൊപ്പം ദൈവ സാന്നിധ്യം കൂടെയുള്ളതായിട്ട് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ സാക്ഷ്യമാണ് ഇപ്പം നമ്മൾ കേട്ടത്. വേറെ പ്രത്യേകിച്ച് ഉടമ്പടിയിലെ വസ്തുക്കളോടൊപ്പം പരിശുദ്ധമ്മയുടെ സാന്നിധ്യം ഒരുപാട് വിചാരുടെ ജീവിതങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട്. അവരൊക്കെ വലിയ അനുഭവമായിട്ട് ഈ അൾത്താരയിൽ എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കുഞ്ഞിനെ പ്രതിയും ലഭിച്ച എല്ലാവിധ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.